ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ കാരക്ക അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ എല്ലാവരുടെയും സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ നമ്മുടെ കൂട്ടുകാരോടൊപ്പം കഴിച്ചിരുന്ന ഒന്നാണല്ലോ കാരക്ക. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള കാരക്ക അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി നമ്മുടെ തന്നെ വീട്ടിലുള്ള മരത്തിൽ നിന്നാണ് കാരക്ക പറക്കിയെടുക്കുന്നത്. അക്കുവാണ് ഇവിടെ എന്നെ സഹായിച്ചിട്ടുള്ളത്. അക്കു തറയിൽ വീണ് കിടക്കുന്ന കാരക്കയെല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാരക്ക നോക്കിയാണ് എടുക്കുന്നത്. ഇത് പഴുത്ത കാരക്കയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാരക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞെട്ട് ഇറുത്തെടുക്കാം. ഇനി അതിന് വേണ്ടുന്ന ചേരുവകൾ കൂടി എടുത്ത് വയ്ക്കാം. കാരക്ക ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ: കടുക് 1 ടേബിൾ സ്പൂൺ, ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി 7-8 അല്ലി, വറ്റൽമുളക് 3, കായപ്പൊടി 1/2 സ്പൂൺ, വെളിച്ചെണ്ണ, വിനാഗിരി, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് ഇളകി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി നെടുവേ കീറിയത്, ഇഞ്ചി കൊത്തി എറിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം ഉലുവ വറുത്ത് പൊടിച്ചത്, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ ഇളക്കണം. തീ ഓഫായിട്ട് വേണം ഇളക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓണാക്കിയ ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാരക്ക ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കാരക്ക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള കാരക്ക അച്ചാർ. കണ്ടപ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നില്ലേ. അക്കു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണുണ്ട്. അവന് ഇഷ്ടമായി, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും